ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാത്ത രണ്ട് സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്ന് ഇതാ കൂന്തലാണ്. ഇത് ഫ്രോസൺ ആയിട്ടുള്ള കൂന്തൽ. അത് കുറച്ച് നേരം ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. അപ്പം ഇത് തണുപ്പ് മാറിയപ്പോൾ എടുത്ത് നന്നാക്കാൻ നോക്കുന്ന. ശരിക്കും ഇത് നന്നാക്കിയതാണ്. അത് തന്നെ ഒരു വലിയ ഭാഗ്യമൊക്കെ. എനിക്ക് നന്നാക്കാൻ അറിയത്തില്ല. ഇതിൻ്റെ മഷിയൊക്കെ കളയണമെന്ന് ഇങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഇത് ഇങ്ങനെ നന്നാക്കി വൃത്തിയായിട്ട് വന്ന കാരണം മാത്രം മേടിച്ചതാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കുറേ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ട് എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കും. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. കുറച്ച് ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് കുറച്ച് സവാള ഇട്ട് പിന്നെ എല്ലാ മസാലപ്പൊടികളും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചു. പിന്നെ മീൻ മസാലയാണ് അതിൻ്റെ കൂടെ ഞാൻ ഇട്ടത്. മീൻ മസാല നമ്മുടെ മീൻ മസാലയല്ല, വേറെന്തോ ഒരു മീൻ മസാല ഇവിടെ കണ്ടത് ഞാൻ എടുത്തത്. അത് ഇട്ടും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചു. യൂട്യൂബിൽ കുറേ പല രീതിയിലും കണ്ടു, പക്ഷെ ഞാൻ ആ രീതിയിലൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. എൻ്റെതായ രീതിയിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത് നോക്കുന്നതാണ്. ശരിയാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തതാണ്. അപ്പം മസാല എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചു. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് മസാലകളെല്ലാം ഇട്ട് മൂപ്പിക്കുമല്ലോ. ഇവിടെ മസാല ഇട്ട് ഒന്ന് മൂപ്പിക്കുമ്പോഴത്തേനും സ്മോക്കിംഗ് അലാറം കിടന്ന് അടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് വേഗം ഫാനൊക്കെ ഓണാക്കി ജനലൊക്കെ തുറന്നിടണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അലാറം അടിക്കും. പിന്നെ ഇങ്ങനെ ടിന്നിലാണ് തക്കാളി വാങ്ങാറ്. മറ്റേ തക്കാളിക്ക് ഭയങ്കര റേറ്റ് കൂടുതലായതുകൊണ്ട് ഇങ്ങനത്തെ ടിന്നിലാണ് ഞങ്ങൾ തക്കാളി എപ്പോഴും വാങ്ങി വെക്കാറ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചധികം ഉണ്ടാവും. മറ്റേതാകുമ്പോൾ വേഗം തീർന്നു പോകുമല്ലോ. അങ്ങനെ എളുപ്പപ്പണിക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ കറി റെഡിയായിട്ട് ഒരു സൈഡിലാക്കി. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ല. ആദ്യമായിട്ടുള്ള പരീക്ഷണമാണ്. ചെയ്ത് നോക്കാൻ റെഡിയാവോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. ഞാനൊരു രാവിലെ തന്നെ ചപ്പാത്തി ഇങ്ങനെ കുഴച്ച് വെച്ച്, സാധാരണ കുഴച്ച് വെച്ച് റെഡിയാകാറില്ല. ഒന്നെങ്കിൽ വെള്ളം കൂടിപ്പോവും, അല്ലെങ്കിൽ വെള്ളം ശരിയാവുകയല്ല. അപ്പം ഒന്ന് നോക്കിയതാണ്. റെഡിയായി എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ കോളുംകൂട്ടനും കൂടി ഉണ്ട്. അപ്പോൾ കോളുംകൂട്ടനും ഞാനും കൂടെ ചെയ്ത് നോക്കാനുള്ള പരിപാടികളാണ്. ഉണ്ടയൊക്കെ ഉണ്ടാക്കി ഭാഗത്തിന് ഇത് ഏകദേശം ശരിയായി വരുന്നുണ്ട്. സൈഡിൽ മുട്ട പൊരിക്കാൻ വെച്ചതാണ്. അപ്പം ഇത് ഞാൻ നാട്ടിൽ നിന്ന് കട്ടിംഗ് ബോർഡ് കൊണ്ടുവന്നതാണ്. ആ കട്ടിംഗ് ബോർഡിലാണ് ചെയ്ത് നോക്കുന്നത്. ഇതാകുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അതിൽ പറ്റിപ്പിടിക്കുന്നില്ല. സാധാരണ ചെയ്യുമ്പോൾ ഇങ്ങനെ പറ്റിപ്പിടിക്കുമല്ലോ. ഇത് ഭാഗത്തിന് പറ്റിപ്പിടിക്കുന്നില്ല, വിട്ട് കിട്ടുന്നുണ്ട്. അത് മരത്തിൻ്റെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അതുപോലെ ഈ പരത്തുന്ന ആ കോല് ശരിക്കും ഇവിടെ പിസ്സ ഉണ്ടാക്കുന്നതിൻ്റെ കോല. ഇതൊക്കെ ഇവിടെ നിന്ന് മേടിച്ചതാണ്. കട്ടിംഗ് ബോർഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശരിക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ഇടയ്ക്ക് കോളുംകൂട്ടൻ അവൻ്റെ രീതിയിൽ ഇതാ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അങ്ങനെ ഭാഗത്തിന് നന്നായിട്ട് കിട്ടി. അങ്ങനെ ഇതാ ചപ്പാത്തിയും പിന്നെ കൂന്തൽ കറിയും റെഡിയായി. ഇതാണ് ഇന്നത്തെ വിഭവം.